എല്ലാവരും ആലി വന്നിട്ട് പറയണോ? എല്ലാവരും ആലി എന്ന് പറയുന്ന മൂവി തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. എൻ്റെ പേര് ഗോകില. ഞാനൊരു 10 വർഷമായിട്ട് മോഡലിംഗ് ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോ ഈ ഒരു മൂവി ഓണത്തിന് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ ഈ ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ട് 1 വർഷമാവും, 1 വർഷത്തിൽ കൂടുതലാവുന്നു. അപ്പൊ നമുക്ക് പറയാതെ തന്നെ അറിയാം, ഒരു ലേഡി ഡയറക്ടർ വരുമ്പോഴത്തേക്കും അവർക്ക് അതിൻ്റെതായ സ്ട്രഗിൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ മോസ്റ്റ്ലി നമ്മൾ കാണുന്നത് മെയിൽസ് ആണ് കൂടുതലും കാണുന്നത്, അല്ലേ? അപ്പോൾ ഒരു ഫീമെയിൽ വരിക എന്ന് പറയുമ്പോൾ ഐ ക്യാൻ ഫീൽ ദാറ്റ് അവർ എത്രയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാവരുടെ സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ടാണ് തിയേറ്ററിൽ എത്തിയത്, അല്ലേ? പക്ഷെ ആളുകൾ വരുന്നത് കുറവാണ്. ചിലപ്പോൾ അവർക്ക് ടാലന്റ് ഇല്ലാത്തതുകൊണ്ടല്ല, മേ ബി ഒരു പ്ലാറ്റ്ഫോം വരണം. അപ്പം 2026 കേരളത്തില് ലേഡി ഡയറക്ടേഴ്സ് വരുന്നത് കാണുമ്പോൾ ഐ എം റിയലി ഹാപ്പി. അതുമല്ലാതെ ഒരു മാം ആണ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നത്. ഞാൻ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ പോലും, പക്ഷേ ഓഡീഷൻസ് കുറെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഐ വാസ് റിയലി ഹാപ്പി. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓണത്തിന് ഒരു 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 ഫീൽ ഗുഡ് മൂവി, ഒരു 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 നല്ലൊരു ബഡ്ജറ്റിൽ എടുത്തിരിക്കുന്ന ഒരു ഫീൽ ഗുഡ് മൂവി. ചിലപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലായില്ലെന്ന് വരാം. ചിലപ്പോൾ എന്താ ഈ സ്റ്റോറി, ഇവിടെ എന്താന്നൊക്കെ തോന്നാം. പക്ഷെ അതിന്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും കാണും. കുറച്ച് സസ്പെൻസുകളുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു മൂവി കാണുമ്പോൾ തന്നെ മനസ്സിലാവണമെന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു കൃഷ്ണ മാമിന് നെക്സ്റ്റ് ടൈം എടുക്കുമ്പോൾ ഐ ആം ഓൾസോ വെരി എക്സൈറ്റഡ്. ഇതിലും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം സ്റ്റോറി, ദ വേ മാം സ്റ്റോറി പറയുന്ന രീതി കേൾക്കാൻ നല്ല രസമുണ്ട്. കാസ്റ്റിംഗ് ആണെങ്കിലും ഒരുപാട് പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. ശ്രീലങ്കൻ സുന്ദരിയാണ് ഫസ്റ്റ് എടുത്ത മൂവി. അതിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ക്രൂ വന്നിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കുറച്ച് കൂടുതലുണ്ട്. പക്ഷെ ഇതിൽ ന്യൂ കമേഴ്സിനെ വെച്ചിട്ട് ഒരു പടം ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ ന്യൂ കമേഴ്സിന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തത് കാണുമ്പോൾ ഐ എം റിയലി ഹാപ്പി. ഫ്യൂച്ചറിലും മാം ഒരുപാട് ന്യൂ കമേഴ്സിന് കൊടുക്കട്ടെ ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുക. നല്ലൊരു ലവ് സ്റ്റോറിയാണ് കേട്ടോ. എല്ലാരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. എന്തോ നല്ല സിനിമ, നല്ല ഒരു ലവ് സ്റ്റോറിയാണ്. ശരി. ഹായ്, എൻ്റെ പേര് അമ്പിളി സജി, ഈരാറ്റോട്ടാണ് വീട്. ഞാൻ ഈ സിനിമയിൽ, ആലി സിനിമയിൽ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു, നന്നായിരുന്നു. പിന്നെ കുറച്ചുകൂടെ എൻഡിങ് കുറച്ചുകൂടെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ഓർത്തു പോയി. ഞാൻ ഇഷ്ടപ്പെട്ടു. എന്തോ ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. ഒരു ലവ് സ്റ്റോറിയാണ്. ചിരിക്കാൻ കുഴപ്പമില്ല, അത്ര വലിയ കയ്യടി ഇല്ലെങ്കിലും നന്നായിട്ട് കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. ചിലര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ചിലര് അത്രയും പോരാ, കുഴപ്പമില്ല. ഡയറക്ഷനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയില്ല, കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. ആലി സിനിമ കണ്ടു, ഞാനും ഇതിന്റെ ഭാഗമാണ്, കണ്ടിരുന്നു, കണ്ടുണ്ട്. അപ്പം ഇത് പ്രത്യേകിച്ച് എനിക്ക് പറയേണ്ടത്, ഈ അടുത്ത സമയത്ത് പ്രണയത്തിനും കുടുംബ ബന്ധങ്ങൾക്കും പ്രാധാന്യമുള്ള ഒരു വളരെ മനോഹരമായ പാട്ടുകൾ ഉൾപ്പെടെയുള്ള, നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് ഒരിക്കലും നിരാശ വരുത്തില്ല. ഞാനും എസ്പെഷ്യലി ഇതൊരു പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിലുപരി സ്വന്തം എൻ്റെ സിനിമ പോലെ ഞാൻ ചേർത്ത് പിടിക്കുകയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം, കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പ്രണയത്തിന് വളരെ പ്രാധാന്യം ഉള്ളൊരു സിനിമ കാണുന്നത്. ഡയറക്ടർ കൃഷ്ണമേടം നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് പറ്റിയ സിനിമ, അതായത് നല്ല രീതിയിൽ ഇപ്പോഴത്തെ സ്നേഹം എന്താണെന്നും പഴയ ശൈലിയൊക്കെ മാറി പുതിയ രീതിയിൽ, അത് വളരെ സന്തോഷമായ പടം. സമയം പോയത് അറിഞ്ഞില്ല. സിനിമ ബോറല്ല എന്ന് പറഞ്ഞാൽ സമയം പോയതേ അറിഞ്ഞില്ല. സിനിമ കാണാനുള്ള ആകാംക്ഷയോടെ എങ്ങനെ നല്ല സൂപ്പറായിരുന്നു. എല്ലാവരും നല്ലൊരു ആക്റ്റീവ് ചെയ്തു, എല്ലാവരും നല്ലൊരു സ്ട്രോങ് ടീമായിരുന്നു. രജിസാണ് പ്രത്യേക ക്യാരക്ടർ. കാരണം ഒരു നമ്മൾ വിചാരിച്ച് കണ്ട പാവം തോന്നി, പക്ഷെ യഥാർത്ഥ ഒരു വില്ലൻ കഥാപാത്രത്തെ താഴെ എത്തുമ്പോൾ അത് വലിയ ഹൈറ്റ് ആയിരുന്നു. അടിപൊളി സിനിമ, എല്ലാവരും കാണണം, തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഡയറക്ഷൻ അതാ ലേഡി ആണെങ്കിൽ പോലും ഒരു മാറ്റം, അവരൊക്കെ മുന്നോട്ട് വന്ന് എന്നുള്ള ഒരു രീതിയാണ്. സൂപ്പർ സിനിമ, നല്ല മൂവിയാണ്, ഫീൽ ഗുഡ് മൂവിയാണ്. അതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഒക്കെ ചേർന്ന് നന്നായിരിക്കണം. പാട്ട് ഗംഭീരം, ആലി എന്നുള്ള പാട്ട് ശരിക്കും കയറി ഹിറ്റാവും. പിന്നെ എല്ലാവരും നന്നായിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഉള്ളിൽ നിൽക്കുന്നത് നമ്മുടെ രജസാറിന്റെ അഭിനയം തന്നെയാണ്. ഭയങ്കര രസമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് നന്നായിട്ടുണ്ട്. നായകനായാലും നായികക്കുട്ടിയായാലും ഒക്കെ പുതിയതല്ലേ, എല്ലാവരും നന്നായിട്ട് അവരുടേതായ കഴിവിന്റെ പരമാവധി നല്ല രസം തോന്നി കേട്ടോ. ഇഷ്ടമായി എനിക്ക്.
നല്ല രസമുണ്ട്. എല്ലാം കൂടെ ചേർന്നൊരു എന്നാ സ്നേഹമുണ്ട്, കുടുംബത്തോടുള്ള സ്നേഹമുണ്ട്. നമ്മളൊട്ടും പ്രതീക്ഷിക്കില്ല. അവസാനമാണല്ലോ ആള് ഇങ്ങനെയായിരുന്നു എന്ന് തോന്നുക. നല്ല ഇഷ്ടമായി. പാട്ട് ഗംഭീരാവട്ടെ. അത് ശരിക്കും ജനങ്ങളിലേക്ക് ഇറങ്ങും തന്നെയാണ് വിശ്വാസം. ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. ഒരു ലേഡി ഡയറക്ടർ അല്ലേ, അപ്പൊ ഞാൻ വന്ന് ഇറങ്ങിയ വഴിയെ കൈ കൊടുത്തു. അല്ല, അത് ഏറ്റെടുത്ത് നടത്താൻ തന്നെ ഒരു ധൈര്യം വേണം. നമ്മളൊക്കെ ഇങ്ങനെ കാണുക, അഭിപ്രായം പറയാന്നൊക്കെ അല്ലേ നമുക്കൊക്കെ ഉള്ളൂ. അത് ഇത്രത്തോളം ഗംഭീരമായിട്ടൊരു ലേഡി ചെയ്യാ പറയുമ്പോൾ സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത് അഭിനയിച്ച, എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.